ഇന്നലെ രാത്രി ശ്രീഹരിക്കോട്ടയിൽ നിന്നും PSLV C-60 റോക്കറ്റ് പറന്നുയർന്നപ്പോൾ അത് മറ്റൊരു ചരിത്രമായി. അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും ശേഷം സ്പേസ് ഡോക്കിംഗ് നടത്തുന്ന നാലാമത്തെ രാജ്യമെന്ന റെക്കോർഡിലേക്ക് ഇന്ത്യ നടന്നു കയറി. പരീക്ഷണം വിജയമാണെന്നും 15 മിനിറ്റ് കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തിയെന്നും ഇനി ഏറെ വൈകാതെ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് പൂർത്തിയാകുമെന്നും ISRO അറിയിച്ചു. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ സ്പേസ് ഡെക്സ് ആധുനിക ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഏറ്റവും സുപ്രധാനമായ ചുവടുവയ്പ്പാണ്. ബഹിരാകാശത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന പേടകങ്ങളെ അവയുടെ ഭ്രമണത്തിൽ കുറവ് വരുത്താതെ തന്നെ പരസ്പരം ഒരുമിപ്പിക്കുന്ന പ്രക്രിയയാണ് സ്പേസ് ഡോക്കിംഗ്. പലപ്പോഴും എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി ശൂന്യാകാശത്തേക്ക് അയക്കുന്ന ഇത്തരം പേടകങ്ങൾ ഉപയോഗത്തിന് ശേഷം കടലിൽ വീഴുകയോ അല്ലെങ്കിൽ പ്രത്യേകമായി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, ഇവയെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവരാനും പരമാവധി പുതിയ ഊർജം കൊടുത്തുകൊണ്ട് പുനരുജ്ജീവിപ്പിക്കാനും ഒക്കെ കഴിയുന്ന സ്പേസ് ഡോക്കിംഗ് ഇനിയുള്ള ബഹിരാകാശ ഗവേഷണത്തിൽ നിർണായകമാണ്. ഇതിനു മുൻപ് അമേരിക്കയും റഷ്യയും ഇത് കൈവരിച്ചെങ്കിലും അത് ശീതയുദ്ധ സമയത്തായിരുന്നു. എങ്ങനെയെങ്കിലും പരസ്പരം കഴിവ് തെളിയിക്കുക എന്നതിനപ്പുറത്തേക്ക് അതിന് വാണിജ്യപരമോ ശാസ്ത്രീയമോ ആയ ഉദ്ദേശങ്ങളൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെയും റഷ്യയുടെയും നേട്ടം റെക്കോർഡ് പുസ്തകത്തിലുണ്ടെങ്കിലും പ്രായോഗിക അടിസ്ഥാനത്തിൽ ചൈന മാത്രമാണ് അത് വിജയിച്ചത് എന്ന് പറയേണ്ടി വരും. 2011 ചൈനയുടെ നേട്ടം. ചൈന വിജയിച്ചതിന് ശേഷം 13 വർഷം കഴിഞ്ഞ് ചൈനയുടെ പദ്ധതിയുടെ കുറവുകളെല്ലാം നികത്തി ഇന്ത്യ ആ ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ ഇന്ത്യ ആയിരിക്കും നമ്പർ 1.